എല്ലാവർക്കും നമസ്കാരം. മെക്സ്റ്റുഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ സൂപ്പർ 8 കാണാതെ പുറത്തായോ? പാകിസ്ഥാൻ്റെ നിലവിലത്തെ സാധ്യതകൾ എങ്ങനെയൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഗ്രൂപ്പ് എയിലാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഇന്ത്യയ്ക്കും കാനഡയ്ക്കും അയർലൻഡിനും USA ഒപ്പം ഗ്രൂപ്പ് എയിലാണ് പാകിസ്ഥാൻ. നിലവിൽ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. കളിച്ച 2 മത്സരവും ബാബർ അസമിൻ്റെ സംഘം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. USA ഗ്രൂപ്പിൽ ആദ്യ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് ചിരവൈരികളുടെ പോരാട്ടത്തിൽ ഇന്ത്യയോട് കൂടി പാകിസ്ഥാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇതുവരെയും സൂപ്പർ 8 കാണാതെ ഒഫീഷ്യലായി പുറത്തായിട്ടില്ല. നേരിയ തോതിൽ അവർക്ക് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത 2 മത്സരങ്ങൾ അയർലൻഡിനോടും കാനഡയോടും മികച്ച നെറ്റ് റൺ റേറ്റിൽ വിജയിച്ചു കയറുക. ഒപ്പം നാളത്തെ ഇന്ത്യ വേഴ്സസ് USA പോരാട്ടം അതിനിർണായകമാണ് ബാബർ അസമിൻ്റെ സംഘത്തിന്. നാളെ പരാജയപ്പെടുന്ന ടീം, അതായത് ഇപ്പോൾ ഇന്ത്യ വേഴ്സസ് USA പരാജയപ്പെടുന്ന ടീം അവസാന ലീഗ് മാച്ചിൽ കൂടി പരാജയപ്പെട്ടാൽ പാകിസ്ഥാൻ അയർലൻഡിനെയും കാനഡയും പരാജയപ്പെടുത്തുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ക്വാളിഫിക്കേഷൻ ഉറപ്പാകും. പക്ഷേ നാളെ പരാജയപ്പെടുന്ന ടീം അവസാന ഗ്രൂപ്പ് ലീഗിലെ പോരാട്ടത്തിലും വിജയിച്ചാൽ പാകിസ്ഥാൻ പുറത്താകും. ഒരു തുലാസിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ നിലവിലത്തെ സൂപ്പർ 8 സാധ്യതകൾ. ഇന്ത്യ വേഴ്സസ് USA പോരാട്ടം അതിനിർണായകമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. നാളത്തെ മത്സരത്തിൽ USA അഥവാ ഇന്ത്യ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അവസാന ലീഗ് മത്സരത്തിൽ കൂടി USA പരാജയപ്പെടണം. ഒപ്പം പാകിസ്ഥാനത്തെ 2 മത്സരങ്ങൾ മികച്ച നെറ്റ് റൺ റേറ്റിൽ കൂടി വിജയിച്ചാൽ മാത്രമേ ബാബർ അസമിൻ്റെ സംഘത്തിന് ഇനി സൂപ്പർ 8 സാധ്യത കൽപ്പിക്കപ്പെടുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.